സന്ദീപ് വാര്യർക്ക് വധഭീഷണി. വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ കോൾ ഇന്നലെ വൈകിട്ട് 6:18ഓടെയാണ് MLAക്ക് ലഭിച്ചത്. ചെറുവത്തൂരിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം തൃക്കരിപ്പൂർ ഭാഗത്തേക്ക് മടങ്ങാനായി അദ്ദേഹം കാറിൽ കയറുന്നതിനിടെയായിരുന്നു അജ്ഞാത സന്ദേശം എത്തിയത്. സംഭവത്തെ തുടർന്ന് സന്ദീപ് വാര്യർ MLA ഉടൻ തന്നെ ചന്ദേര പോലീസ് സ്റ്റേഷനിലെത്തി ഔദ്യോഗികമായി പരാതി നൽകി. ഭീഷണി സന്ദേശം വന്ന ഫോൺ നമ്പരും അദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിൽ മരം വീണു. മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക്. വൈകുന്നേരം 4:30ഓടെയാണ് ചുരത്തിൽ മരം വീണത്. ചുരത്തിലെ 2ാം വളവിലാണ് മരം വീണത്. മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. റോഡിലേക്ക് വീണ മരം മുറിച്ചുമാറ്റാനുള്ള ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ചുരത്തിൽ മഴയില്ലാത്തത് വലിയ ആശ്വാസമാകുന്നുണ്ട്. മണിക്കൂറുകളായി തുടരുന്ന വലിയ ഗതാഗത കുരുക്കിൽപ്പെട്ട് നിരവധി യാത്രക്കാർ കുടുങ്ങി. പ്രതികൂല കാലാവസ്ഥ ഇല്ലാത്തതിനാൽ മരം മുറിച്ചുമാറ്റുന്ന ജോലികൾ വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. ചെറിയ ഇരുചക്ര വാഹനങ്ങൾ മുതൽ അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ വരെ നിലവിൽ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രാത്രി 9 മണിക്ക് അതിർത്തി കടക്കേണ്ട ദീർഘദൂര ബസ്സുകളും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടവരും ഉൾപ്പെടെയുള്ളവർ ചുരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് SI രാജീവൻ MR, ഗ്രേഡ് ASI ബിനു കൃഷ്ണൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവർ കണ്ണൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്തിനെ മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരുന്നു. പിന്നാലെയാണ് സസ്പെൻഷൻ. വ്യാഴാഴ്ച രാത്രി SN പാർക്കിന് സമീപത്താണ് സംഭവം നടക്കുന്നത്. ചായ കുടിക്കാൻ തട്ടുകടയിലെത്തിയ രഞ്ജിത്തിനെ SIയും ASIയും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. തൊടുപുഴ സ്മിത ആശുപത്രിയിൽ നഴ്സ് ജോലിക്കിടെ ജീവനെടുക്കാൻ ശ്രമിച്ചു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സ്മിത ആശുപത്രി യൂണിറ്റ് സെക്രട്ടറി കൂടിയായ യുവതിയാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത മാനസിക പീഡനത്തെ തുടർന്നാണ് യുവതി ഇത്തരമൊരു കടുങ്കൈക്ക് മുതിർന്നതെന്നാണ് സഹപ്രവർത്തകർ ആരോപിക്കുന്നത്. ഗുരുതരാവസ്ഥയിലായ യുവതിയെ നിലവിൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ, സൂപ്പർവൈസർ എന്നിവർ ചേർന്ന് യുവതിയെ തുടർച്ചയായി മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇവർക്കെതിരെ മുമ്പും ഗുരുതരമായ പരാതികൾ ഉയർന്നിട്ടുള്ളതായി ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മഴ കനക്കുന്നു. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കാലവർഷ സൂചന നൽകി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. അടുത്ത 5 ദിവസവും ശക്തമായ മഴയെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനത്തെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ 14 ജില്ലകളുടെ മഴ മുന്നറിയിപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അട്ടപ്പാടി മധു വധക്കേസിൽ 3 പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ കുടുംബം സുപ്രീം കോടതിയിലേക്ക്. സർക്കാർ നിയമസഹായം നൽകുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് മധുവിന്റെ സഹോദരി സരസു പറഞ്ഞു. നിയമസഹായം തേടി മധുവിന്റെ കുടുംബം അടുത്തയാഴ്ച മുഖ്യമന്ത്രിയെ കാണും. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്നും കുടുംബം വ്യക്തമാക്കുന്നു. മഴയ്ക്കിടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഗ്രാഫിക്സ് സ്ഥാപനം കത്തിനശിച്ചു. ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന കൂൾമേറ്റ് ഗ്രാഫിക്സ് എന്ന സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. അപകടത്തിൽ സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ശേഷമായിരുന്നു സംഭവം. സ്ഥാപനത്തിൽ നിന്നും പുകയുയരുന്നത് കണ്ട് സമീപം വഴി കടന്നുപോയവരാണ് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. ഉടൻ തന്നെ യൂണിറ്റ് എത്തിയെങ്കിലും സ്ഥാപനത്തിനുള്ളിലെ സാധനങ്ങൾ കത്തിയമർന്നു. 1 കോടിയോളം രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളും സാധനങ്ങളുമാണ് കത്തിയതെന്ന് ഉടമ പറയുന്നു. ആലപ്പുഴ ഹരിപ്പാട് പ്രസവത്തിന് പിന്നാലെ മാതാവ് വലിച്ചെറിഞ്ഞ കുഞ്ഞിനെ CWC ഏറ്റെടുക്കും. 2 മാസത്തെ പരിപാലനത്തിനു ശേഷം മാതാവിന് മനംമാറ്റമുണ്ടായാൽ കുഞ്ഞിനെ വിട്ടു നൽകും. കുഞ്ഞിനെ വേണ്ടെന്ന് 19 വയസ്സുകാരിയായ അമ്മ പറഞ്ഞു. പണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള അമ്മ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഗർഭിണിയായ വിവരം അറിഞ്ഞില്ലെന്നാണ് പെൺകുട്ടി CWCക്ക് നൽകിയ മൊഴി. ഷാപ്പുകൾ വീണ്ടും തുറക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നു. കേരളത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കള്ള് വ്യവസായം വൻ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പൂട്ടിക്കിടക്കുന്ന ഷാപ്പുകൾ വീണ്ടും തുറക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നു. സാധ്യതാ പരിശോധനയ്ക്കായി എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തും. ചർച്ച ഫലം കണ്ടാൽ ഷാപ്പുകൾ വീണ്ടും തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഷാപ്പുടമകളും തൊഴിലാളികളും. മന്ത്രിക്ക് വീട്ടിൽ ഭക്ഷണം നൽകി. CPI പ്രവർത്തകനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മന്ത്രി OJ ജനീഷിന് വീട്ടിൽ ഭക്ഷണം നൽകിയ സംഭവത്തെ തുടർന്ന്
പാർട്ടി പ്രവർത്തകനെ CPIയിൽ നിന്നും പുറത്താക്കി. CPIയുടെ മുതിർന്ന പ്രവർത്തകനും അഷ്ടമിച്ചിറ ബ്രാഞ്ച് അംഗവുമായ PS അബ്ദുൾ റഹ്മാനെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടന്നതെന്നും ഇത് പാർട്ടിക്ക് വലിയ അപമാനമുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് ബ്രാഞ്ച് കമ്മിറ്റി നടപടി സ്വീകരിച്ചത്.